ഓക്സിജൻ സ്വയം പര്യാപ്തതയിലേക്കുള്ള സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നാണ് ഇപ്പോൾ 2095.63 മെട്രിക് ടൺ ദ്രാവക ഓക്സിജൻ സംഭരണശേഷി ലഭ്യമാണ്. തീർച്ചയാട്ടത്തിൽ നൂതന AI ഗൈഡഡ് സാങ്കേതികവിദ്യയായ G-ഗേറ്റർ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല ആശുപത്രിയായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി മാറി. ക്യാൻസർ പരിചരണ മേഖലയിൽ കേരളം സ്വകാര്യ ആശുപത്രികളുടെ വാഗ്ദാനങ്ങളുമായി പൊരുത്തപ്പെടുക മാത്രമല്ല, അവയെ മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാൻസർ പരിശോധന കൂടുതൽ പ്രാപ്യമാക്കുന്നതിന് സംസ്ഥാനം മുൻകൈയെടുത്തു. കൂട്ടായ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിലൂടെ മാത്രമേ പണം നൽകാനുള്ള കഴിവ് പരിഗണിക്കാതെ എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടെന്ന് നമുക്ക്. സുഹൃത്തുക്കളെ, കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ ഒരു സംഭവത്തെ കേരളത്തിലെ ജനത മുഴുവനും ദുഃഖത്തോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ അതിനുശേഷം കേരളത്തിൽ അരങ്ങേറുന്ന ചില സംഭവവികാസങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയാവുന്ന നിലയിലുള്ള സംഭവങ്ങളാണ്. വലതുപക്ഷവും മാധ്യമങ്ങളും മന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിലേക്ക് വരെ എത്തി കാര്യങ്ങൾ. എന്തോ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വല്ലാത്ത രീതിയിൽ തകർന്നിരിക്കുകയാണ് എന്ന പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനം സമീപ വർഷങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യ വൈദ്യപരിചരണത്തിലേക്കും ജീവൻ രക്ഷിക്കുന്ന ചികിത്സകളിലേക്കും കൂടുതൽ അത് പ്രവേശിക്കുന്നുണ്ട്. ഓക്സിജൻ സ്വയം പര്യാപ്തതയിലേക്കുള്ള സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നാണ് ഇപ്പോൾ 2095.63 മെട്രിക് ടൺ ദ്രാവക ഓക്സിജൻ സംഭരണശേഷി ലഭ്യമാണ്. ആവശ്യമുള്ള രോഗികൾക്ക് സമയബന്ധിതവും ഫലപ്രദവുമായ ചികിത്സ അത് ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ 709 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതിലൂടെ സർക്കാർ പ്രാഥമിക ആരോഗ്യ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. സംസ്ഥാനത്തെ 885 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ 709 എണ്ണം നവീകരിച്ചു. ഇത് കേരളത്തിലുടനീളം സമൂഹങ്ങളിലേക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ 25.17 ലക്ഷം ആളുകൾക്ക് സൗജന്യ ചികിത്സയുടെ പ്രയോജനം ലഭിച്ചു. സേവനങ്ങളുടെ ആകെ മൂല്യം നോക്കുകയാണെങ്കിൽ 6788 കോടി രൂപയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കേരളം ആരോഗ്യ സംരക്ഷണ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 93 നഗരപ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 380 അർബൻ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾക്കൊപ്പം ആകെ 5415 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. കൂടാതെ ന്യൂറോ കാത്ത് ലാബുള്ള ഒരു സമഗ്ര സ്ട്രോക്ക് യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ദേശീയ മാനദണ്ഡം സ്ഥാപിച്ചു. ഇത് സ്ട്രോക്ക് രോഗികൾക്ക് ലഭ്യമായ പരിചരണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയും ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളാക്കി മാറ്റി കേരളത്തിലുടനീളം സമഗ്രമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ക്യാൻസർ പരിചരണ മേഖലയിൽ കേരളം സ്വകാര്യ ആശുപത്രികളുടെ വാഗ്ദാനങ്ങളുമായി പൊരുത്തപ്പെടുക മാത്രമല്ല, അവയെ മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആർദ്രം ജീവിതശൈലി രോഗനിർണയ പ്രചരണത്തിലൂടെ ക്യാൻസർ ചികിത്സയിൽ സർക്കാരിൻ്റെ മുൻകൈയെടുക്കുന്ന സമീപനവും നേരത്തെയുള്ള കണ്ടെത്തലുകളും പരിചരണവും പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാകുന്നുണ്ട്. ഈ സംരംഭങ്ങളിലൂടെ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ മേഖലയുടെ ലാഭേച്ഛയുള്ള ലക്ഷ്യങ്ങളെ കേരളം സജീവമായി വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ക്യാൻസർ മരുന്നുകൾ നൽകുന്നതിലും പൊതു ആശുപത്രികളിൽ ലോകോത്തര ചികിത്സ നൽകുന്നതിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സംസ്ഥാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വാണിജ്യവൽക്കരണത്തിൽ നിന്നുള്ള ഒരു സമൂല മാറ്റമാണ്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ 25 കോടി രൂപയുടെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വികസിപ്പിക്കുന്നു. കൂടാതെ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ 169.23 കോടി രൂപയുടെ 14 നില ആശുപത്രി കെട്ടിടം പൂർത്തിയാക്കുന്നു. കൂടാതെ സ്തനാർബുദത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി കേരളത്തിലെ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ മാമോഗ്രാം, ബയോപ്സി, പാപ്സ്മിയർ സേവനങ്ങൾ എന്നിവ ആരംഭിച്ചു. ഇന്ത്യയിലെ പൊതുമേഖലയിൽ ആദ്യമായി റീജിയണൽ ക്യാൻസർ സെൻ്ററിലും ക്യാൻസർ ചികിത്സയ്ക്കായി റോബോട്ടിക് സർജറി അവതരിപ്പിച്ചു. ഇത് രോഗികൾക്ക് അത്യാധുനിക ചികിത്സ ഉറപ്പു നൽകുന്നതാണ്. ഇപ്പോൾ പ്രത്യേകം ക്യാൻസർ കണ്ടെത്തൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന ആശുപത്രികൾക്ക് പുറമെ ക്യാൻസർ പരിചരണം നൽകുന്നതിനായി 25 മറ്റ് സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ കിഫ്ബിയുടെ 562.25 കോടി രൂപയുടെ സഹായത്തോടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടതോടെ MCC ഗണ്യമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട്.
ക്യാൻസർ പരിശോധന കൂടുതൽ പ്രാപ്യമാക്കുന്നതിനെ സംസ്ഥാനം മുൻകൈയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആശുപത്രികളും ആഴ്ചയിൽ ഒരു ദിവസം ക്യാൻസർ പരിശോധനയ്ക്കായി നീക്കിവെച്ചിരിക്കുന്ന ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നു. മാത്രമല്ല, കുട്ടികളെ നേത്ര ക്യാൻസറും റെറ്റിനോബ്ലാസ്റ്റോമയും ഉൾപ്പെടെയുള്ള ക്യാൻസറുകൾക്കുള്ള നൂതന ചികിത്സകൾ MCCയിൽ ആദ്യമായി അവതരിപ്പിച്ചു. ഇപ്പോൾ സെർവിക്കൽ ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള അത്യാധുനിക സാങ്കേതികവിദ്യയായ സെർവിസ്കാൻ RCCയിൽ അവതരിപ്പിച്ചതും പെൺകുട്ടികളെ ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി HPV വാക്സിനേഷൻ പരിപാടി ആരംഭിച്ചതും മറ്റും വിപ്ലവകരമായ നേട്ടങ്ങളാണ്. ഇപ്പോൾ RCCയിലും MCCയിലും കേരളം ഒരു ഡിജിറ്റൽ പാത്തോളജി സിസ്റ്റം എക്സലൻസ് അവതരിപ്പിക്കുന്നു. അത്യാധുനിക 3 ടെസ്ല MRI യൂണിറ്റുകളും 3D ഡിജിറ്റൽ മാമോഗ്രാമി ഉപകരണങ്ങളും RCCയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപൂർവ രോഗങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നത് കേരളത്തിൻ്റെ ആരോഗ്യ സംരംഭങ്ങളുടെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അപൂർവ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പലപ്പോഴും ഒരു വെല്ലുവിളിയാണ്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് ആവശ്യമായ പരിചരണം നൽകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഉയർന്ന വിലയ്ക്ക് അത് ചെയ്യുകയാണ്. ഇത് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റയർ ഡിസീസസ് KARE പദ്ധതി ആരംഭിച്ചു. അപൂർവ രോഗങ്ങളുള്ള ആളുകൾക്ക് രോഗനിർണയം, ചികിത്സ, തുടർപരിചരണം എന്നിവ വാഗ്ദാനം ചെയ്യുന്നതിനായി സർക്കാർ നടത്തുന്ന ജില്ലാ ആശുപത്രികളെ ഈ സംരംഭം ബന്ധിപ്പിക്കുകയാണ്. ഇത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലുള്ളവർക്ക് ആരോഗ്യ സംരക്ഷണം കൂടുതൽ സമഗ്രവും താങ്ങാനാവുന്നതും ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള മറ്റൊരു കുതിച്ചുചാട്ടത്തിൽ നൂതന AI ഗൈഡഡ് സാങ്കേതികവിദ്യയായ G-ഗേറ്റർ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല ആശുപത്രിയായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി മാറി. ഇപ്പോൾ കോർപ്പറേറ്റ് ഉടമസ്ഥയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ സാധാരണയായി കാണുന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ജില്ലാതല സൗകര്യങ്ങളിൽ ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിൽ ഇതൊരു പ്രധാന നാഴികക്കല്ലാണ്. ഇപ്പോൾ ക്യാൻസർ പരിചരണം, ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ, അപൂർവ രോഗ പരിചരണം, നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ എന്നിവ ഈ പരിവർത്തനാത്മകമായ സംരംഭങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ പുനർനിർമ്മിക്കുകയാണ്. ഇത് കൂടുതൽ സമഗ്രവും നൂതനവും എല്ലാ നിവാസികൾക്കും പ്രാപ്യമാകുന്നുണ്ട്. ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ തകർച്ച ഒരു ദുരന്തമായി കാണരുത്, അത് ജനങ്ങളുടെ വിജയമായി കാണണം. ലാഭത്തിനുള്ള അനന്തമായ പരിശ്രമത്തിലൂടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ എല്ലായ്പ്പോഴും തൊഴിലാളി വർഗത്തിൻ്റെ ആവശ്യങ്ങളുമായി അടിസ്ഥാനപരമായി പൊരുത്തപ്പെടുന്നില്ല. വ്യക്തിപരമായ നേട്ടത്തിനായി ആരോഗ്യ സംരക്ഷണത്തെ ചരക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന മുതലാളിത്ത മാതൃകയുടെ അനിവാര്യമായ അനന്തരഫലങ്ങളാണ് ഇത്രയധികം സ്വകാര്യ സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്നതിനുള്ള കാരണം. ഇപ്പോൾ ആരോഗ്യ സംരക്ഷണം ഒരു അവകാശമായിട്ടല്ല, മറിച്ച് ഒരു പദവിയായി കണക്കാക്കുന്ന കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ ആധിപത്യം മാത്രമാണ് ഏതൊരു നീതിയുക്ത സമൂഹത്തിൻ്റെ മുന്നിലുള്ള ഏകമാർഗം. ഇപ്പോൾ കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയുടെ പരാജയം സാമ്പത്തിക കാര്യക്ഷമ ഇല്ലായ്മ മാത്രമല്ല, മുതലാളിത്തത്തിൻ്റെ തന്നെ ആഴത്തിലുള്ള ധാർമ്മികവും രാഷ്ട്രീയവുമായ പരാജയത്തിൻ്റെ ലക്ഷണം. വേതനവും വർദ്ധിച്ച പ്രവർത്തന ചെലവുകളുമാണ് അവയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ പരാതിപ്പെടുന്നു. ഈ അവകാശവാദം അവരുടെ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം മറച്ചുവെക്കുന്നതിനുള്ള ഒരു പുകമറയല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ തൊഴിലാളികൾക്ക് ന്യായമായ വേതനം നൽകാനും ഗുണനിലവാരമുള്ള പരിചരണത്തിൽ നിക്ഷേപിക്കാനും അവർ വിസമ്മതിക്കുകയും ആളുകളെക്കാൾ ലാഭം കൊയ്യാൻ അവർ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് അവരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത്. ഇപ്പോൾ സർക്കാർ നടത്തുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ പൊതുമേഖലയിൽ വികസനവും നിക്ഷേപവും നടത്തുക എന്നതാണ് പരിഹാരമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടായ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിലൂടെ മാത്രമേ പണം നൽകാനുള്ള കഴിവ് പരിഗണിക്കാതെ എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയൂ. ഇപ്പോൾ കോർപ്പറേറ്റ് അത്യാഗ്രഹത്തിന് മേൽ ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ വിജയമാണ് കേരളത്തിലെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഉയർച്ച സൂചിപ്പിക്കുന്നത്. കൂടാതെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പിന്തുടരാൻ ഇത് ഒരു മാതൃകയും മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല ആർജിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ലോക മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നിപ്പയും കോവിഡും അതുപോലെയുള്ള മഹാമാരികൾ വന്ന സമയത്തും അതിൻ്റെ പ്രതിരോധമായി ലോകം ശ്രദ്ധിച്ച മാതൃകയാണ് കേരളത്തിൻ്റേത്. നിപ്പയെ സംബന്ധിച്ചുള്ള സംശയങ്ങളടക്കം ജപ്പാനടക്കമുള്ള രാജ്യങ്ങളിലെ ഡോക്ടർമാരടക്കം ഇതിനൊരു അന്വേഷണം നടത്തുന്നത് കേരളത്തിലെ ഡോക്ടർമാരോടാണ് എന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. അവിടെയാണ് നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വലതുപക്ഷങ്ങളും മാധ്യമങ്ങളും ചേർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിയാൽ മതി എന്നതിലേക്ക് മാത്രം ചുരുങ്ങി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കഴിഞ്ഞ 9 വർഷക്കാലം നേടിയ എല്ലാ നേട്ടങ്ങളെയും
തകർക്കാനുള്ള ഈ ശ്രമത്തെ കേരളീയ ജനത തിരിച്ചറിയുക തന്നെ വേണം എന്നാണ് പറയാനുള്ളത്.